എന്താ പൂ പരിപാടി? പാലൊക്കെ കറന്നു കഴിഞ്ഞാ? പാല് കറന്നു. ഇനി പാല് കൊണ്ടുപോകണം. ഒരു 3 മണിയാകുമ്പോൾ കൊണ്ടുപോയാൽ നമുക്ക് അവിടെ 4 മണിയാകുമ്പോൾ വേണ്ട പാല് ഒഴിക്കാൻ തുടങ്ങാം. സൊസൈറ്റിയിൽ ഒരു 3:50 ആവും പാല് ഒഴിച്ച് തുടങ്ങുമ്പോൾ. നമ്മളിപ്പോൾ ഒരു 3:30 പോയാൽ നമുക്ക് ഫസ്റ്റിന് ഒഴിച്ചിട്ട് വരും. ഞാനെപ്പോഴും ഒരു 3:20 പോകും. കാരണം വേഗം ഒഴിച്ചിട്ട് വന്നാൽ നമ്മൾ ഒരു 3:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ 3-4 ആൾ വെച്ചിട്ട് ആൾക്കാർ കൊണ്ട് ക്യൂ വെച്ചിട്ടുണ്ടാവും. നേരത്തെ പോയാൽ നമുക്ക് നേരത്തെ ഒഴിച്ചിട്ട് വരാൻ പറ്റണം. പിന്നെ മിക്ക പേരിൻ്റെ ഒരു കാര്യം കേട്ടോ, എല്ലാവരും പറയും എന്തിനാണ് സൊസൈറ്റിയിൽ ഒഴിക്കുന്നത്, അവിടെ പൈസ കുറവല്ലേ, ലൈനിൽ കൊടുക്കുക, ആൾക്കാർക്ക് വീടുകളിൽ കൊടുക്കുക എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാലേ നമുക്ക് ഞങ്ങളുടെ ഇവിടുത്തെ സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ പാൽ ഒഴിക്കുന്നതുകൊണ്ട് നല്ല ലാഭം കേട്ടോ. കാരണം ഒരു ദിവസം നമുക്ക് 57 രൂപ വരെ കിട്ടാറുണ്ട്. ഇന്നലെ 57 രൂപയുണ്ട്. ഇന്നും നമുക്ക് കാണിച്ചു തരാം. നമ്മൾ സൊസൈറ്റി പോയിട്ട് ബില്ല് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര ഇന്ന് രാവിലെ 50 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ലൈനിൽ കൊടുക്കുകയാണെങ്കിലും ഏകദേശം ആ വില തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനേക്കാളും നല്ലത് നമ്മൾ സൊസൈറ്റി കൊടുക്കുമ്പോൾ എന്താ അറിയോ, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് സബ്സിഡിക്ക് തീറ്റ, അതുപോലെ തന്നെ ഈ മാറ്റ് കാര്യങ്ങൾ, അതുപോലെ പശുവിന് നമുക്ക് പിന്നീട് ഇൻഷുറൻസ് കാര്യങ്ങൾ, അങ്ങനെ പലതും എല്ലാ വിഭാഗക്കാർക്കും കിട്ടില്ലല്ലോ. എല്ലാവർക്കും ഉണ്ടാവും. കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നത് SC-കാർക്കാണ്. SC/ST-കാർക്ക് കുറച്ചുകൂടി കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് പെല്ലറ്റ് കിട്ടാറുണ്ട്. ഇനി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പശു വാങ്ങിക്കാനുള്ള ലോണുകൾ, അതുപോലെ മിഷ്യൻസ്, കറവ മിഷ്യൻ, അതുപോലെ എന്തിനും മിഷനറീസ് എല്ലാം ക്ഷീരോത്പാദക കർഷകർക്ക് എല്ലാവർക്കും അതുപോലെ മിഷനറീസ് എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം പിന്നെ സബ്സിഡി ലോണുകൾ, പശു വാങ്ങിക്കാനുള്ളത്, ലോണുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മളിതിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ചുള്ള അതുപോലെ ഇന്ന് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിന് ബെനിഫിറ്റ് എന്നുള്ളതും ഇന്ന് നമുക്ക് എന്തായാലും ലൈവായിട്ട് നമുക്ക് കാണാം. ബാക്കി സൊസൈറ്റി പോയിട്ട് നമുക്ക് കാണിച്ചു തരാം, ബില്ല് കാണിച്ചു തരാം. നമുക്ക് അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് ഒഴിക്കുന്നത് എല്ലാം നമുക്ക് വീഡിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാർക്ക് ഭയങ്കര ഉപകാരപ്പെടില്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. ആൾക്കാർക്ക് ഏറ്റവും ഇതിലിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുള്ള കാരണം പറയാം, സൊസൈറ്റി പാല് കൊടുക്കുന്നത് നഷ്ടമാണോ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ചിന്തിക്കും. ചിലവിടെ പാലിനില്ലേ വില കൂടുതൽ. നമുക്ക് എന്താ പറയുക, സൊസൈറ്റിയിൽ ഒഴിക്കുന്നതാണ് ശരിക്കും ലാഭം. അത് എല്ലാ സൊസൈറ്റിയിലും കിട്ടുമോ? എല്ലാ സൊസൈറ്റിയിലും നമുക്ക് ഇതേ വില കിട്ടുമോ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു സൊസൈറ്റികളിലും കമ്പയർ ചെയ്ത് ഇല്ല എന്നുള്ളൊരു പരാതി നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ആൾക്കാരായിട്ട് കോൺവെർസേഷൻ വരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്ക് അല്ല, അവർക്കൊക്കെ അവരുടെ സൊസൈറ്റിയിലും ഏറ്റവും കൂടുതൽ മാക്സിമം പോയ 45 രൂപ, അതിന് മുകളിൽ കിട്ടാറില്ല എന്നുള്ള അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഇല്ല. കറക്റ്റ് നമുക്ക് കിട്ടേണ്ട നമ്മുടെ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ തന്നെ വരുമാനം നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഒഴിക്കുന്ന സൊസൈറ്റി ഏതാന്ന് പറയും. ഞങ്ങൾ പല്ലാവൂരാട്ടാ. ഞങ്ങളുടെ പാലക്കാട് ജില്ല പല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പല്ലാവൂരാണ് ഞങ്ങളുടെ സ്ഥലം. ഞങ്ങൾ പല്ലാവൂർ സൊസൈറ്റി തന്നെയാണ് ഞങ്ങൾ വിളിച്ചത്. ഇതിന്റെ ചുറ്റുപാട് ഒരുപാട് സൊസൈറ്റികൾ ഉണ്ട്. പക്ഷെ അവിടെയുള്ള പല ആൾക്കാരും 2 കിലോമീറ്ററിന് അപ്പുറം തന്നെ 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ട് കേട്ടോ. സൊസൈറ്റികൾ വേറെയുണ്ട്. നമ്മുടെ ഒഴുകുപാറിൻ്റെ അടുത്ത് പലശന ഒഴുകുപാറയ്ക്ക് എത്തുന്ന അവിടെ ഉണ്ട്. ഇവിടെ കൂടല്ലൂരുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ ഒരു അനുഭവം വെച്ചിട്ട് താരതമ്യേന അവിടത്തേക്കാളൊക്കെ നമുക്ക് ബെറ്ററായിട്ട് നമുക്കിവിടെ പുറത്ത് പാല് കൊടുക്കുന്നത് 58 രൂപയ്ക്കാണ്. പക്ഷെ നമുക്ക് 57 രൂപ സൊസൈറ്റിയിൽ അവർ പിന്നെ കൊഴുപ്പും കൂടെ പൈസ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ 58 രൂപയാണ് 1 ലിറ്റർ പാലിന്. നമുക്കും അതേ പൈസ 57 രൂപ വരെ കിട്ടാറുണ്ട് സൊസൈറ്റിയിൽ. അതും കൊഴുപ്പിനനുസരിച്ചിട്ടല്ലേ? നമുക്ക് നമ്മുടെ കൊഴുപ്പിനനുസരിച്ചിട്ടാണ് പാലിന്റെ റീഡിങ് നോക്കിയിട്ട് കൊഴുപ്പിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ പൈസ കിട്ടുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ, കാരണം എന്താ വെച്ചാൽ നമ്മളത് കൊടുക്കുന്ന തീറ്റിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കൊഴുപ്പിനനുസരിച്ചിട്ടാണ് നമുക്ക് പാലിൻ്റെ റേറ്റ് ഉണ്ട്. അതിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ 57 രൂപ ഡെയിലി കിട്ടുന്നതെന്നല്ല, ഓരോ ദിവസം കൊഴുപ്പിനനുസരിച്ച് ചിലപ്പോൾ 48 ആവാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന തീറ്റയും കൊഴുപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ് അവർ. അതായത് ചിലവർ പറയുന്നുണ്ട് നമ്മളൊരു സൊസൈറ്റിയിൽ ഒഴിക്കുമ്പോൾ ഒരേ റേറ്റ് 45 രൂപ തന്നെ ആയിരിക്കും, അതിൽ വ്യത്യാസമൊന്നും വരലില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫിക്സഡാണ്. അവരിപ്പോൾ കൂടുതലാണെങ്കിലും കുറവാണ് അങ്ങനെ വരുന്നത് മെഷീനിൽ അവർ പറ്റിക്കപ്പെടലാണത്. കാരണം എന്നും ഒരേ റേറ്റിൽ ശരിക്കും അങ്ങനല്ല. പാലിന് കൊഴുപ്പിൽ എന്തായാലും വേരിയേഷൻ വരും. രാവിലെയും ഈവനിങ് എന്തായാലും വരും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിലയും കിട്ടും. നമുക്ക് രാവിലെയും 45 രൂപ, വൈകിട്ട് 45 രൂപ, അതെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ട് എല്ലാ ഡേയ്സും ഇതേ തന്നെ പോകണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടെന്നാണ്. എന്തായാലും നമുക്ക് ബാക്കി സൊസൈറ്റി പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ പാലിന്റെ വില എന്താണ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മളിതിൽ കുറച്ച് പാല് മിക്കൂസിന് വേണ്ടി എടുക്കട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പാല് സൊസൈറ്റി കൊണ്ടുപോകും. നമുക്ക് അതെല്ലാം നോക്കാം. എവിടേക്ക് പാലൊഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ പാലൊഴിക്കാൻ പോയിട്ട് കാണാട്ടോ. പാല് വയ്ക്കാൻ അപ്പുവാണ് ഫസ്റ്റ് സ്വത്തുമ്മ. ഇതിനു വേണ്ടി നേരത്തെ വരുന്നു. അപ്പോൾ വൈകി വന്നപ്പോൾ ഫസ്റ്റ് ആയില്ലേ അപ്പു? അപ്പോൾ അതാ അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പാലൊഴിക്കാൻ. കാരണം ആദ്യത്തെ പാത്രം നമ്മുടേതാണ്. അപ്പോൾ അവരൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാലൊഴിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരം പാലൊഴിക്കാൻ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ഒന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ഇതാ പാലൊഴിക്കുന്നുണ്ട്. മിക്കൂസ് ഭയങ്കര അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ച് അപ്പോൾ ബില്ല് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കും മിക്കൂസ് അവൻ്റെ കയ്യിലുള്ള ടോയൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ബില്ല് ലൈവായിട്ട് നമ്മൾ കാണിച്ചു തരാമെന്ന് വെച്ചില്ലേ. 56 രൂപ കണ്ട
ഇതാട്ടോ നമ്മളുടെ ഇവിടുത്തെ വില നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ.